കേസ് AFC ഏഷ്യൻ കപ്പിൻ്റെ റൗണ്ട് ഓഫ് 16 മത്സരങ്ങൾ കഴിയുന്നൊരു സമയത്ത് ചില വമ്പന്മാർക്ക് കാലിടറിയിട്ടുണ്ട്. അതുപോലെ ചില ഡാർക്ക് ഹോഴ്സസ് അവരും മുന്നോട്ട് വരുന്നുണ്ട്. അതായത് ക്വാർട്ടറിലേക്കൊക്കെ യോഗ്യത നേടിയിട്ടുണ്ട്. ഇപ്പം പ്രധാനപ്പെട്ട വമ്പൻ ടീമുകൾ പുറത്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ UAE, സൗദി അറേബ്യ, ഇറാഖ് എന്നീ രാജ്യങ്ങൾ റൗണ്ട് ഓഫ് 16 തന്നെ പുറത്താകേണ്ട ഒരു കാര്യത്തിലേക്ക് പോയി എന്നുള്ളതാണ്. ഡാർക്ക് ഹോഴ്സസ് എന്ന നിലയിൽ വരുന്നത് ജോർദാനും തജിക്കിസ്ഥാനുമാണ്. യാതൊരു വിധത്തിലുള്ളൊരു പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ടില്ല അവരൊരു ക്വാർട്ടർ വരെയൊക്കെ എത്തുമെന്നുള്ളത്. പക്ഷേ ഇത് പറയുക, പ്രത്യേകിച്ച് തജിക്കിസ്ഥാൻ അവർ ആദ്യത്തെ ഏഷ്യൻ കപ്പാണ്, അവർ റൗണ്ട് ഓഫ് 16 കടന്ന് ഇപ്പോൾ ക്വാർട്ടറിലേക്കും എത്തുന്നൊരു സാഹചര്യത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ്. ഇതിലേതെങ്കിലും ഒരു ടീം സെമി ഫൈനലും കളിക്കും. കാരണം ഈ രണ്ട് ടീമുകളുമാണ് പരസ്പരം ഏറ്റുമുട്ടാനായിട്ട് പോകുന്നതെന്നുള്ളതാണ്. ഇനി ഇന്ത്യയുടെ ഗ്രൂപ്പിൽ നിന്നുള്ള ഉസ്ബെക്കിസ്ഥാനും ഓസ്ട്രേലിയയും ക്വാർട്ടർ ഫൈനൽസിലേക്ക് കടന്നിട്ടുണ്ട്. സിറിയ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ മാത്രമാണ് ഇറാനോട് തോറ്റ് പുറത്തായത്. നമുക്ക് സിറിയെങ്കിലും പരാജയപ്പെടുത്താൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിരുന്നു അവർ 7 ഒറിജിൻ അല്ലെങ്കിൽ നാച്ചുറലൈസ്ഡ് പ്ലേയേഴ്സിനെ അവസാന നിമിഷം ആഡ് ചെയ്തത്. അപ്പം ഇതുകൊണ്ട് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, നമുക്ക് കിട്ടിയിരുന്നത് ഒരു ടഫ് ഗ്രൂപ്പ് തന്നെയായിരുന്നു എന്നുള്ളത്. പക്ഷേ ഞാൻ ഈ കാര്യം പറയാനല്ല വന്നത്. ഇനി OCA പ്ലേയേഴ്സിൻ്റെ ഒരു കാര്യം നമ്മൾ ഇനിയും ഉപയോഗിക്കാതൊരു സിറ്റുവേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ സാഫിൽ തന്നെ നമുക്ക് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമെന്നുള്ളതാണ്. കാരണം പാകിസ്ഥാൻ, ശ്രീലങ്ക, ബംഗ്ലാദേശ് തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളൊക്കെ ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ഏഷ്യ കപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്തോനേഷ്യ, സിറിയ അടക്കമുള്ള രാജ്യങ്ങളൊക്കെ റൗണ്ട് ഓഫ് 16 കടന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിരുന്നു അവർക്കുണ്ടായിരുന്ന ഈ ഒരു ഒറിജിൻ പ്ലേയേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ മലേഷ്യ മുന്നോട്ട് പോയില്ലെങ്കിൽ കൂടി അവരൊരു മികച്ച പ്രകടനം നടത്താൻ സാധിച്ചു. പ്രത്യേകിച്ച് മലേഷ്യ സൗത്ത് കൊറിയയ്ക്കെതിരെ ഒരു 3-3 ഡ്രോയൊക്കെ നേടിയിരുന്നു. നമുക്ക് ഗ്രാസ് റൂട്ട് ഡെവലപ്മെൻറ്റും ഇല്ല, OCAയും ഇല്ല. ഇങ്ങനെ പോയാൽ ഏഷ്യ കപ്പിൽ മാത്രമല്ല സാഫ് കപ്പിൽ പോലും നമുക്ക് വലിയ നിരാശകൾ നേരിടേണ്ടി വരുമെന്നുള്ളതാണ്. ഈ ക്വാർട്ടർ ഫൈനൽസിലേക്ക് വരുന്ന സമയത്ത് നാളെയാണ് ആരംഭിക്കുന്നത്. അതിൽ ആദ്യത്തെ മത്സരം തജിക്കിസ്ഥാനും ജോർദനും തമ്മിലാണ്. പിന്നെ വരുന്ന എല്ലാം ടൈറ്റ് മത്സരങ്ങളാണ്, ടോപ്പ് നേഷൻസിൻ്റെ മത്സരങ്ങളാണ്. വേൾഡ് കപ്പ് കളിക്കുന്ന ടീമുകൾ ഇപ്പം ഓസ്ട്രേലിയ വേഴ്സസ് സൗത്ത് കൊറിയ മത്സരമാണ്, അതുപോലെ ഇറാൻ ജപ്പാൻ മത്സരമാണ്, ഖത്തർ ഉസ്ബെക്കിസ്ഥാൻ മത്സരമാണ്. ഇതിൽ എനിക്ക് തോന്നുന്നത് 4 മത്സരങ്ങളും നമുക്ക് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം അത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മത്സരങ്ങളായിരിക്കും വരിക എന്നുള്ളതാണ്. ഇനി എൻ്റെ ഒരു കാര്യത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലി ഇപ്പോൾ ഇനി തജിക്കിസ്ഥാൻ ഒരു മുന്നോട്ടൊരു നല്ല യാത്ര നടത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തജിക്കിസ്ഥാനെ പറ്റിയിട്ടുള്ളത് ഒരു അടുത്തൊരു വീഡിയോയിൽ വിശദമായിട്ട് പറയാമെന്നുള്ളതാണ്. അപ്പം എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പെക്റ്റേഷൻസ്? ആരായിരിക്കും ഈ ഒരു ക്വാർട്ടർ ഫൈനൽസിൽ ഒരു നല്ല പ്രകടനം നടത്തി മുന്നോട്ട് പോകുക അല്ലെങ്കിൽ ഒരു കിരീടത്തിലേക്കൊക്കെ എത്തുക എന്നുള്ളത് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്? അതുപോലെ റൗണ്ട് ഓഫ് 16 എക്സൈറ്റിംഗ് മാച്ചസിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻസും ഉറപ്പായും കമ്പോസ് ചെയ്താൽ പറ്റുകയാണെങ്കിൽ ഞാനൊന്ന് സനി.